ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ആക്രമണാത്മക നടപടികളിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് തുടരുകയാണെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇത് തുടർന്നാൽ പാകിസ്ഥാൻ ചരിത്രത്തിൽ കാണാത്ത തിരിച്ചടി വാങ്ങിക്കുമെന്നും വിംഗ് കമാൻഡർ പറയുന്നു. ദില്ലിയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്ന നടുക്കുന്ന വസ്തുത പുറത്ത്. രാജ്യ തലസ്ഥാനത്തേക്ക് അയച്ച പാക് ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് ഫത്ത-2 എന്നായിരുന്നു. 400 കിലോമീറ്റർ ദൂരത്തിൽ ഫത്ത-2 മിസൈലിന് എത്താനാകും. ദില്ലിക്ക് 250 കിലോമീറ്റർ അകലെ വെച്ച് ഇന്ത്യൻ സൈന്യം മിസൈൽ തകർക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പ്രകോപനമായാണ് ഇന്ത്യ ഇതിനെ കണ്ടത്. തൊട്ടുപിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിലെ 4 വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. പാകിസ്ഥാന്റെ ബുനിയാനോ മർസൂ സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് മിസൈൽ പ്രയോഗം. ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമത്താവളം ആക്രമിക്കാൻ കാരണം ദില്ലിയിലേക്ക് പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് മൂലമായിരുന്നു. ഇനി 250 കിലോമീറ്റർ ദൂരെ വെച്ച് പാകിസ്ഥാന്റെ ഫത്ത-2 ബാലിസ്റ്റിക് മിസൈൽ തകർക്കാൻ കഴിയാതെ വന്നിരുന്നു എങ്കിലോ ഭയപ്പെടേണ്ട. രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ ഒരു പാക് ചൈന മിസൈൽ വരാൻ വേറെയും അനേകം കടമ്പ കടക്കണം. ഇനി ആ കടമ്പയും കടന്ന് ദില്ലിക്ക് മുകളിൽ മിസൈൽ വന്നാൽ ദില്ലിയിൽ റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ കവചമുണ്ട്. ദില്ലി, മുംബൈ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ വൻ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. റാഫിക്കി, മുരീദ്, ചക്ലാല, റഹിം യാർ ഖാൻ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങളിൽ ഇന്ത്യ കൃത്യമായ വ്യോമാക്രമണം നടത്തി. സുക്കൂർ, ചുനിയ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ, പാസ്ലൂരിലെ ഒരു റഡാർ സൈറ്റ്, സിയാൽകോട്ട് വ്യോമയാന താവളം എന്നിവയും ഇന്ത്യ ആക്രമിച്ചു. റഫീഖി, മുരീദ്, ചക്ലാല, റഹിം യാർ ഖാൻ, സുക്കൂർ, ചുനിയ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ സൈനിക ലക്ഷ്യങ്ങൾ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള എയർ ലോഞ്ച്ഡ് പ്രിസിഷൻ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നും സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാസ്ലൂരിലെയും സിയാൽകോട്ട് ഏവിയേഷൻ ബേസിലെയും റഡാർ സൈറ്റുകളും കൃത്യമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു. ഈ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ കുറഞ്ഞ കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ ഉറപ്പാക്കിയെന്നും വിംഗ് കമാൻഡർ സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലുടനീളം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ചെയ്തത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും ഉൾപ്പെടുന്ന ഒരു സർക്കാർ ബ്രീഫിംഗിൽ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് നടത്തിയ പുതിയ വെളിപ്പെടുത്തൽ. പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യൻ സായുധ സേന നിർവീര്യമാക്കി. ഈ ഭീഷണികളെയും ഭൂരിഭാഗം വെക്ടറുകളെയും വിജയകരമായി നിർവീര്യമാക്കി. എന്നിരുന്നാലും ഉധംപൂർ, പത്താൻകോട്ട്, ആദംപൂർ, ഭൂജ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിലെ ഉപകരണങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിർഭാഗ്യകരവും ഭീരുത്വപരവുമായ പ്രവൃത്തിയിലൂടെ ഒരു മെഡിക്കൽ സെന്ററും സ്കൂൾ പരിസരവും ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് ഇന്ത്യൻ അധികാരികൾ വ്യക്തമാക്കി. ഈ യുദ്ധത്തിൽ ഇത് ആദ്യമായാണ് ആശുപത്രിയും സ്കൂളും ആക്രമിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യ ഇതിനെതിരെ വേഗത്തിലും കൃത്യമായും പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന തിരിച്ചറിഞ്ഞ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമാണ് കൃത്യമായ ആക്രമണം നടത്തിയത്. സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, റഡാർ സൈറ്റുകൾ, ആയുധ സംഭരണ മേഖലകൾ എന്നിവ പാകിസ്ഥാനിൽ ഇന്ത്യ തകർത്തതിൽ ഉൾപ്പെടുന്നു. സ്ഥിതി കൂടുതൽ വഷളാക്കാനുള്ള ആക്രമണാത്മക ഉദ്ദേശത്തോടെയാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ നടത്തുന്ന നീക്കം. പാക് സൈന്യം ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തേക്ക് കൂടുതലായി അടുക്കുന്നുണ്ട്. ഇത് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കാനുള്ള ആക്രമണത്തിന്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സായുധ സേനകൾ ഉയർന്ന പ്രവർത്തന സജ്ജീകരണത്തിലാണ്. എല്ലാ ശത്രുതാപരമായ നടപടികളെയും ഫലപ്രദമായി നേരിടുകയും ഉചിതമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം പ്രത്യുപകാരം ചെയ്താൽ സംഘർഷമുണ്ടാകാതിരിക്കാനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ സായുധ സേന ആവർത്തിക്കുന്നു എന്നും വിംഗ് കമാൻഡർ വ്യക്തമാക്കി. ഈ വ്യോമസേനാ താവളങ്ങൾ ലക്ഷ്യമിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് മുന്നിൽ പറക്കുന്ന സൈനിക സൗകര്യങ്ങളുടെ ടൈം സ്റ്റാമ്പ് ചിത്രങ്ങളും വിംഗ് കമാൻഡർ സിംഗ് കാണിച്ചു. ന്യൂസ് ഡെസ്ക് കർമാസ്.